അല്ലെ, പച്ചമുളക് പായസം നിങ്ങൾ തയ്യാറാക്കി നോക്ക്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. കുൽക്കി സർബത്ത് എങ്ങനെയാ, ഇഷ്ടമാണോ? ഒരു സൈഡിൽ കൂടെ ഒരു മധുരം, ഒരു സൈഡിൽ കൂടെ ഇത്തിരി എരിവും ഒക്കെ പാസ് ചെയ്ത് പോകാറില്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കുൽക്കി സർബത്തിന്? അതേപോലെ തന്നെയാണ്, ഒരു പ്രത്യേക രുചിയാണ് ഈ പായസത്തിന്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഞാൻ കൂടുതൽ തള്ളി മറിക്കണില്ല, മറ്റു പാലടയിൽ പറഞ്ഞ പോലെ. നിങ്ങൾ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. എനിക്ക് അത്രയാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ പറയാനുള്ള ഒരു കാര്യമാണ്, തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുമ്പാൽ ഉപയോഗിക്കാം. പക്ഷെ പശുമ്പാലിനെക്കാട്ടി നല്ലത് തേങ്ങാപ്പാലാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാണ്. പിന്നെ ഒരു കാര്യം, അധികം കുറുക്കി വറ്റിച്ചെടുക്കരുത്. ഇരിക്കുമ്പോൾ ചൗവരി ആയതുകൊണ്ട് അതിൽ ചൗവരി നമ്മൾ ചേർക്കുന്നുണ്ട്, ഇത്തിരി കൂടി കുറുകി വരും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പച്ചമുളക് പായസം തയ്യാറാക്കാന്ന് നോക്കി നോക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ ഒരു കാര്യം, ഇന്നലെ നമ്മുടെ പാലട ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് ട്രൈ ചെയ്തു, കുറെ പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ കുറെ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതുപോലെ ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടാവും, ഇഷ്ടാവാതിരിക്കില്ല. ഇഷ്ടമായില്ലെങ്കിൽ എന്താ, ഞാൻ എപ്പോഴും പറയണ പോലെ അടുത്ത വീഡിയോയിൽ പോയോ ഇഷ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ചൗവരി വേവിച്ചെടുക്കണം ഈ പായസം തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഇതാണ് ചൗവരി കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാ വേവിച്ചെടുക്കാൻ നോക്കാം. ഈ വെള്ളത്തിന് അളവൊന്നുമില്ല, കുറച്ചധികം വെള്ളം എടുക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേ ചൗവരി ചേർത്ത് കൊടുക്കുക. ഞാൻ 5 ടേബിൾ സ്പൂണ് ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്കാവട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. തീരെ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് നമുക്ക് കുറച്ച് വെന്ത് കിട്ടും. ബാക്കിയുള്ള നമുക്ക് പായസത്തിൽ കിടന്ന് സെറ്റ് ആയിക്കോളും. അപ്പൊ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമില്. നമ്മുടെ ചൗവരി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ 15 മിനിറ്റ് എടുത്തു കേട്ടോ. ഈ ചൗവരി ഉള്ളത് പറയണല്ലോ നമ്മള്. 15 മിനിറ്റ് എടുത്തു. ദേ കണ്ട, ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ വെള്ളക്കുത്ത് കുഴപ്പമില്ല, നമ്മളത് കഴിക്കുന്ന നേരത്തെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ നോക്കിയാൽ മതി. 15 മിനിറ്റ് വേവിച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഈ ഒരു പരിവായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഊറ്റി കളയണം. കണ്ട, ഞാനതൊന്ന് കഴുകി ഊറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ദേ ഇങ്ങനെ മുത്തുമണി പോലെ കിട്ടും നമുക്ക്. വേണ്ട, ആ പാത്രത്തിൽ തന്നെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിന്റെ മീതെ കൂടെ ഒന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത്രമാത്രം വേണ്ടോ. അങ്ങനെ ഒന്ന് കഴുകിയെടുത്തിട്ട് പച്ചമുളക് പായസം തയ്യാറാക്കാൻ നോക്കാട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തേക്കണേ. നടുക്ക് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലത്തെ കുരും അല്ലിയൊക്കെ ഇല്ലണ്ടല്ലോ, നമ്മുടെ അല്ലി, അതൊക്കെ കളയണം. അതെങ്ങനെയാന്ന് വെച്ചാൽ പച്ചമുളക് ഒന്ന് കത്തിരോണ്ട് നടു മുറിച്ചിട്ട് നമ്മുടെ കത്തിയുടെ ഈ ഒരു വശം ഉണ്ടല്ലോ, ഈ ഒരു വശം വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ അല്ലിയും കാര്യങ്ങളും കുരുവും ഒക്കെ പോവും. ഈ വശം കൊണ്ടാക്കുമ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. 4 എണ്ണമാണ് കേട്ടോ എടുത്തേക്കണത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. 3 ഏലക്കായ. പിന്നെ അതുപോലെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. ഇപ്പൊ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ 1/2 കപ്പ് പഞ്ചസാര ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. വെള്ളം വേണം നമുക്ക് ഇതിലേക്ക്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് മുഴുവനെ വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. 1/4 കപ്പ് മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കണ്ട, മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഇതിൽ വരെ ചെറിയ തരികളുണ്ട് കേട്ടോ. നല്ല മണാണ് വരുന്നത്. പഞ്ചസാരയും ഏലക്കായും പച്ചമുളക് ആയ ഒരു പ്രത്യേക മണം. അച്ചിട്ട് ഓടിച്ചെന്ന് മൂക്കയിൽ കുത്തുണ്ടാട്ടാ മണക്കാൻ വേണ്ടിയിട്ട്. ഒരു കുത്ത് കയറും പെട്ടെന്ന് മിക്സി തുറന്ന ഉടനെ. അതിനുണ്ടായിട്ടുണ്ടാകുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പൊ ഓടിച്ചെന്ന് മൂക്കയിലേക്ക് കുത്തരുതേ, ഭയങ്കരമായിട്ട് കുത്ത് കയറും. ഒരു പ്രത്യേക മണാണ് ഇതിങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇത് അരിക്കണം കേട്ടോ. അരിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കണത്. അല്ലെങ്കിൽ ഇതിലത്തെ ഈ തരി ഉണ്ടല്ലോ, ഒരു സുഖം ഉണ്ടാവില്ല പായസം കുടിക്കുമ്പോൾ, ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ തരി നമുക്ക് അരിച്ചു മാറ്റാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ചണ്ടി ഇതിൽ കിടന്നോളും, ആ നീര് അങ്ങോട്ട് പൊയ്ക്കോളും താഴേക്ക്. 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണ്. നല്ല ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഇത് ഈ ഒരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ ഇങ്ങനെ ഒരു ഇത്തിരി കട്ടി പരിവായിട്ട് വന്നു. നല്ല ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. നെയ്യിലേക്ക് ആ പഞ്ചസാരയും ഒക്കെ ചേർന്ന് നെയ്യൊക്കെ ചേർന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കുക. ഇതിലോട്ട് നമ്മള് 2ാം പാല്, കട്ടിയില്ലാത്ത തേങ്ങാപ്പാല് കേട്ടോ. 2ാം പാലാണ് ഇത്, തലപ്പാലല്ല, കട്ടിയില്ലാത്ത പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കിടന്ന് തിളച്ചു കേട്ടോ. ഇനി ഈ തിളച്ചയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചൗവരി ചേർത്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഈ പായസത്തിലേക്ക് കട്ടി കിട്ടാനുള്ള സാധനം എന്ന് പറയുന്നത് ചൗവരിയാണ്. വേറെ ഒന്നുമല്ല നമുക്ക് ഇതിലേക്ക് കട്ടി കിട്ടാനുള്ളത്, ചൗവരി മാത്രമാണ്. ചൗവരി ചേർക്കുമ്പോഴാണ് ആ പച്ചമുളകിന്റെ ടേസ്റ്റും കറക്റ്റായിട്ട് നമുക്ക് അറിയണത്. ആ ഒരു ഫ്ലേവർ, അതിന്റെ ആ ഒരു മണവും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിത് സേമിയയിലൊക്കെ നോക്കി പക്ഷെ സേമിയയിലൊന്നും അത്ര ടേസ്റ്റേ ഇല്ല. വേറൊരു ചൊവ്വയായിട്ടേക്ക് തോന്നിയത്. പക്ഷെ കറക്റ്റ് ഫ്ലേവർ എനിക്ക് കിട്ടിയത് ഈ ചൗവരി വെച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഈ ചൗവരി ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും.
കണ്ട ഈ ഒരു കണക്കിന് തിള വരണം കേട്ടോ. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളോ. അപ്പൊ നമുക്കൊരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇതേപോലെ നമുക്ക് കുറുകി കിട്ടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കട്ടിക്ക് ആയി കഴിഞ്ഞാൽ അതെ ചവ്വരിയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഈ പരുവത്തില് തീരെ കുറയ്ക്കുക ഭയങ്കരമായിട്ട്. ഇനി നമുക്ക് 1-ാം പാല് ചേർക്കേണ്ടതാണ്. അപ്പൊ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. കട്ടിപ്പാല് ചേർക്കുമ്പോൾ അറിയാലോ. നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാല് കട്ടിപ്പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കട്ടിപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. തേങ്ങാപ്പാല് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml. ഞാൻ ഒന്ന് മധുരം നോക്കിയപ്പോൾ കറക്റ്റ് മധുരമാണ്. പക്ഷെ 1 ടേബിൾ സ്പൂൺ കൂടി ആവാം എന്നൊരു തോന്നല്. അപ്പൊ ഞാൻ ഇത് 1 ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂണും. ചിലവർക്ക് അത് ആവശ്യം വരില്ല, പക്ഷെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി ഈ 1 ടേബിൾ സ്പൂണ്. എനിക്ക് തോന്നി അതുകൂടി വേണമെന്ന്. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. 1-2 തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ട നമ്മുടെ പാചകത്തിൽ ചെറിയ തിളകള് കുമിളകൾ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മളെപ്പോഴും ഞങ്ങളുടെ അവിടെയൊക്കെ എപ്പോഴും അതെ മധുരം വെച്ചാൽ അതിലൊരു നുള്ള് ഉപ്പിടും. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. എന്നാലാണ് ആ പച്ചവെള്ള ചൊവ്വ മാറുള്ളൂ. അയ്യോ ഇത്തപ്പത്തിരി കുറഞ്ഞു പോയി ഉപ്പ്. അതെ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. എന്നാലാണ് ആ പച്ചവെള്ള ചൊവ്വ മാറുള്ളൂ പായസത്തിന്റെ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടണം. ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിപ്പോ എല്ലാവർക്കും അറിയണതല്ലേ. കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പും 2 ടീസ്പൂണ് നെയ്യിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട്. തണുക്കുമ്പോ ഒന്നും കൂടി ഇരുന്ന് കുറുകൂട്ടാ. അപ്പൊ ഈ ഒരു പരുവത്തിന് എടുത്തോളോ. കണ്ടോ ഈ ഒരു പരുവത്തിന് ഇരിക്കും. അടിയിൽ കുറച്ച് ചവ്വരിയായിട്ട് ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. നമ്മുടെ ഏലക്കായുടെയും പച്ചമുളകിന്റെയും അതെ കണ്ടോ ഇതെന്താ നാരി പോലത്തെ ഇതുണ്ടാവും വേസ്റ്റ് ബാക്കി. അപ്പൊ അത് പായസത്തിലാകുമ്പോ ഒരു അരുചി എന്നുള്ള വീടുണ്ടാ. സ്പൂണുള്ള പോയി തരുന്നേ. എന്റെ കർത്താവേ ഇതൊക്കെ എവിടെ പോയി കിടക്കുന്നു. ഈ വെള്ളം നന്നായി തിളച്ചു വരുന്ന നേരത്തെ നമുക്ക് നല്ല ഒന്ന് ക്രാ സൗണ്ട് എന്റെ ഇതൊന്ന് നെയ്യിലേക്ക് ഒന്ന് ചേരട്ടെട്ടാ. നെയ്യ് ഇതിലേക്കല്ലേ ചേരണ്ടേ. നല്ല ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ആ നെയ്യ്